ശ്ലോകം 4. ധേനുക വനത്തിലെത്തി. ആരും അപ്പോൾ കാണാനില്ല. അവിടെ പനകളെങ്ങനെ നിറഞ്ഞു നിൽക്കണു. ഉത്താളതാളീനിവഹേ, വളരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ പനകളാണ്. ഉന്നതങ്ങളായ പനക്കൂട്ടങ്ങൾ. അത് കണ്ടു. അതിലൊക്കെ പഴുത്ത പഴങ്ങളുണ്ട്. കണ്ടു. ത്വദുക്തിയ, അപ്പോൾ ഏട്ടനോട് പറഞ്ഞു, ഹേ ഭഗവാൻ, ഏട്ടൻ വിചാരിച്ചാൽ നിന്നെ കുലുക്കാൻ സാധിക്കും. ബലേന ധൂതേത ബലേന ദൗർഭ്യം. ആ ബലശബ്ദം അതിൻ്റെ ശ്ലേഷാർത്ഥം. ആദ്യത്തെ ബലം ബലരാമനാൽ, ബലേന രണ്ടാമത്തെ ബലം ശക്തിയോടെ. ബലേന ധൂതേത ബലേന ദൗർഭ്യം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബലമാണ് ശക്തിയോടെ. ബലേന ധൂതേത, ശക്തിയോടെ ഇളക്കി. ആരാൽ? ബലരാമനാൽ. ബലേന ദൗർഭ്യം, രണ്ട് കൈ കൊണ്ടും പിടിച്ചൊരു കുലുക്കാണ്. പരമ്പരക്കൂട്ടങ്ങൾ അങ്ങനെ അടുത്തടുത്ത് നിൽക്കണു. ഓരോന്നും ബലരാമൻ തൻ്റെ കൈകൊണ്ട്, രണ്ട് കൈകൊണ്ട് ദൗർഭ്യം, രണ്ട് കൈകൊണ്ട് പിടിച്ച് കുലുക്കി. മൃദുഘരശ്ചാഭ്യപതൽ പുരസ്താൽ, കുലുക്കിയതായ സമയത്ത് മൃദുവായിട്ടുള്ള പഴുത്ത പഴങ്ങൾ, ഖരഹ പഴുക്കാത്ത കട്ടിയുള്ള കായകൾ. അതാണ് മൃദുഗു ഖരഹ ച അഭ്യപത പുരസ്താൽ. താഴത്ത് അങ്ങോട്ട് പുതുന്നങ്ങോട്ട് വീഴാൻ തുടങ്ങി. അതാണ് എന്താ വീണത്? ഫലോൽക്കരഹ, ഫലങ്ങളുടെ കൂട്ടം. അത്ര ശക്തിയാണ് ബലരാമന്. പനിയിൽ ഒന്നാമത് പിടിക്കാനേ സാധിക്കില്ല, മുള്ളുപോലിരിക്കും. പക്ഷെ അതിനെ പിടിച്ച് കുലുക്കി മുകളിലുള്ളതായ ആ പഴത്തിനെയും, അതാണ് മൃദു, അതിൽ പച്ചക്കായും കൂടി വീണു. അതാണ് ഖരം. ഇത് രണ്ടും താഴത്ത് വീഴുന്ന ശബ്ദം കേട്ടിട്ട് ധേനുകദാനവോവി, ധേനുകൻ എന്നുപേരായ ആ അസുരനും മൃദുഗു ഖരകാച്ച അഭ്യപതൻ, അയാൾക്കും അതെത്തി ചേർത്തോളണം. നല്ല സ്വഭാവത്തോടു കൂടിയാണ് വന്നത്, മൃദുവായിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഖര, എന്തെന്നില്ലാത്ത ദേഷ്യം. ഒന്നാമത് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് തന്നോട് ചോദിക്കാതെ, തൻ്റെ സമ്മതമില്ലാതെ ആരാ കയറി വന്നത് എന്ന നിലയ്ക്ക് ബലരാമനോട് എതിർക്കാനായിട്ട് വന്നു. അപ്പോൾ അവിടെയും രണ്ട് ശ്ലേഷാർത്ഥങ്ങളാണ്. ബലേന രണ്ട് ശ്ലേഷാർത്ഥങ്ങൾ. ഒന്ന് ബലരാമനാൽ, മറ്റേത് ശക്തിയോടെ. ബലേന ശക്തിയോടെ. മറ്റേ രണ്ടാമത്തെ ശ്ലേഷാർത്ഥമാണ് മൃദുഗു ഖരഹാച്ച, മൃദുവായതും പഴുക്കാത്തതും കട്ടിയുള്ളതും. അതാണ് മൃദുഗു ഖരഹ. രണ്ടാമത്തെ അർത്ഥം ഏതാണ്? മൃദു ശാന്ത സ്വഭാവത്തിലും പിന്നെയോ ദേഷ്യമുള്ള സ്വഭാവത്തിലും. അതാണ് ഖരഹ. ഹേ ഭഗവൻ, ത്വദുക്തിയ, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഉത്താളതാളീ നിവഹേ, ആ പനക്കൂട്ടങ്ങൾ മുഴുവൻ, നിവഹം കൂട്ടം മുഴുവൻ, ബലേന ധൂതേത ബലേന ദൗർഭ്യം, ആ ബലരാമനാൽ രണ്ട് കൈയും കൊണ്ട് ശക്തിയോടെ കുലുക്കപ്പെട്ടപ്പോൾ മൃദുഹു ഖരഹാച്ച അഭ്യപത, മൃദുവായിട്ടുള്ളതും മൃദുവായിട്ടുള്ള പഴുത്തതും പഴുക്കാത്ത ഖരം കട്ടിയുള്ളതുമായ ബലോത്കരഹ, ബലങ്ങളുടെ കൂട്ടം അഭ്യപത മുൻഭാഗത്തായിട്ട് പതിച്ചു. അതിൻ്റെ ഒപ്പം ആ ശബ്ദം കേട്ടിട്ട് ധേനുകദാനവഹാവി മൃദുഖരഹാച്ച അഭ്യപത, ധേനുകൻ എന്ന അസുരനും ആദ്യം നല്ല സ്വഭാവത്തോടുകൂടിയും
പിന്നെ ഖര സ്വഭാവത്തോടി ചീത്ത സ്വഭാവത്തോടി ദുഷ്ട സ്വഭാവത്തോടുകൂടിയും വന്നു ചേർന്നു.